ഹിസ്ബുള്ളയെ തച്ചു തകർക്കാതെ പിന്നോട്ടില്ലെന്നുറപ്പിച്ച് ഇസ്രായേൽ നിലപാട് കടുപ്പിക്കുമ്പോൾ ലെബനന്റെ ആകാശം വ്യോമാക്രമണത്തിൽ പ്രകമ്പനം കൊള്ളുകയാണ്. അമേരിക്കയടക്കം വെടിനിർത്തൽ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടും ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തി ഇസ്രായേൽ നയം വ്യക്തമാക്കിയതാണ്. ഹിസ്ബുള്ളയെ പിന്തുണച്ച ഇസ്രായേലിനെതിരെ പിന്നിൽ നിന്ന് യുദ്ധം നയിച്ച ഇറാൻ ഇപ്പോൾ സമാധാന ഉടമ്പടിക്ക് നിൽക്കാതെയുള്ള ഇസ്രായേൽ മുന്നേറ്റം കടുത്ത ഭയാശങ്കയ്ക്ക് ഇട നൽകി കഴിഞ്ഞു. ഹമാസ് രാഷ്ട്രീയ തലവൻ ഇസ്മയിൽ ഹനിയയെ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് കൊന്ന ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോലും നടക്കാത്ത സാഹചര്യത്തിൽ നിന്നാണ് ഹിസ്ബുള്ള തലവന്റെ കൊലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ചും വല്ലാത്ത തിരിച്ചടിയിൽ പതറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലിന്റെ നീക്കങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതോടെ ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. നസ്രുള്ളയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യാതെ പോകില്ല എന്ന് നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ശപഥമെടുത്തിരുന്നു. എന്നാൽ ഇസ്രായേൽ തിരിച്ചടിയിൽ ഹിസ്ബുള്ളയേക്കാൾ ഉലഞ്ഞ ഇറാൻ നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ഒരു ചുവട് പിന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം നേരിട്ടിടപെട്ടാണ് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇസ്രായേലിനോട് മുന്നിൽ നിന്ന് പോരാടാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പലസ്തീൻ വിഷയത്തിൽ പലകുറി ഹമാസിനൊപ്പം നിന്നും എതിരിട്ടിട്ടും ഗാസയിൽ പിൻവാങ്ങാതിരുന്ന ഇസ്രായേലിനെ ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി ആക്രമിക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്. റഷ്യയുമായുള്ള വാണിജ്യ നയതന്ത്ര ബന്ധവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പിന്തുണയും ഇറാനെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ യുദ്ധകാഹളം മുഴക്കാൻ ധൈര്യം നൽകിയ കാരണങ്ങളായിരുന്നു. ഇപ്പോഴും ഇസ്രായേലിനെതിരെ റഷ്യ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും കൈവിട്ടൊരു കളിക്ക് തയ്യാറാവാതെ നിൽക്കുന്നത് നിലവിൽ ഉക്രൈൻ പ്രശ്നം വല്ലാതെ രാജ്യത്തെ കലുഷിതമാക്കിയതിനാലാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് നൽകുന്ന പിന്തുണ കണ്ട് ആണവായുധ ഭീഷണി വരെ മുഴക്കി റഷ്യയെ പ്രതിരോധിക്കാൻ കഴിയുള്ള എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിക്കുന്ന പുടിന് ഇറാന്റെ ഭയാശങ്കകൾ കൂടി കണക്കിലെടുക്കാനുള്ള ആവതില്ലെന്നതാണ് ഒരു കാര്യം. മറ്റിടത്ത് ഇസ്രായേൽ ഹമാസിനെ അടിച്ച അടിയിൽ നിന്നും ഹിസ്ബുള്ളയിലേക്ക് എത്തി തച്ചു തകർത്ത മുന്നോട്ട് പോകുന്ന യുദ്ധവെറിയിലാണ്. നയതന്ത്ര ലോകത്ത് തങ്ങളെ പിന്തുണയ്ക്കുന്ന യുഎസിന്റെയും ഫ്രാൻസിന്റെയും എല്ലാം സമാധാന ഉടമ്പടി ശ്രമങ്ങളെയും റഷ്യയുടെ ഭീഷണിയെയും തള്ളിക്കളഞ്ഞ ഹിസ്ബുള്ളയെ വേരോട് പിഴുതെറിയുമെന്ന് പറഞ്ഞുള്ള ആക്രമണത്തിലാണ്. തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെ 12 രാജ്യങ്ങൾ നിർദ്ദേശിച്ച 21 ദിവസത്തെ വെടിനിർത്തലിനായുള്ള സമാധാന ഉടമ്പടി അംഗീകരിച്ച് തങ്ങളുടെ സൈനിക നീക്കം താൽക്കാലികമായി നിർത്താൻ ഇസ്രായേൽ ഉദ്ദേശിച്ചിട്ടില്ല. തങ്ങളുടെ സൈന്യം ഇപ്പോൾ ഹിസ്ബുള്ളയെ അസ്ഥിരമായ അവസ്ഥയിലാക്കിയെന്നും ഈ നിമിഷം അവിടെ നിന്നും ഇനി വരാനുള്ള മിസൈലുകളുടെ ഭീഷണിക്ക് അവസാനമുണ്ടാക്കണമെന്നും ഇസ്രായേൽ ചിന്തിക്കുന്നു. ചുരുക്കത്തിൽ ഒരു തിരിച്ചടിക്ക് ഇനി ഹിസ്ബുള്ളയ്ക്ക് അവസരം നൽകാതെ കീഴടക്കണം ഈ സന്ദർഭത്തിൽ എന്നതാണ് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം. ഹിസ്ബുള്ളയുടെ കീഴടങ്ങലിന് സാധ്യതയില്ലെന്നിരിക്കെ സൈന്യത്തെ യുദ്ധഭൂമിയിലേക്ക് അയക്കാതെ ഹിസ്ബുള്ള ആക്രമണങ്ങളുടെ ഭീഷണി അവസാനിപ്പിക്കുക എന്ന യുദ്ധലക്ഷ്യം ഇസ്രായേലിന് എങ്ങനെ കൈവരിക്കാനാകുമെന്ന ചോദ്യം ശക്തമാണ്. ഇസ്രായേൽ പ്രതിരോധ സേന അതിർത്തിയോട് ചേർന്ന് സൈനികാഭ്യാസം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. IDFനെ സംബന്ധിച്ചിടത്തോളം ലെബനനിലേക്ക് പോകുന്നത് താരതമ്യേന എളുപ്പമായിരിക്കുമെന്നിരിക്കെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നുണ്ട്. ഇത് എത്രത്തോളം വിനാശകരമാകുമെന്ന പേടി ലോക രാജ്യങ്ങൾക്കുമുണ്ട്. തന്റെ മരണത്തിന് മുമ്പുള്ള അവസാന പൊതുപ്രസംഗത്തിൽ ഹിസ്ബുള്ള തലവൻ നസ്രുള്ള തന്റെ അനുയായികളോട് പറഞ്ഞത് തെക്കൻ ലെബനനിലേക്കുള്ള ഒരു ഇസ്രായേൽ നുഴഞ്ഞുകയറ്റം ചരിത്രപരമായ ഒരു അവസരമായിരിക്കുമെന്നായിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഒരു ശിക്ഷ നൽകുമെന്ന് പ്രസംഗിച്ചു പോയ സയ്യദ് ഹസൻ നസ്രുള്ളയെ പിന്നീട് ബെയ്റൂട്ട് വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ കൊല്ലുകയായിരുന്നു. നസ്രുള്ളയ്ക്കൊപ്പം ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ സീനിയർ കമാൻഡർ ഇബ്രാഹിം ആഖിലിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തി. ലോകത്തെ ഭീകരവാദവൽക്കരിക്കാൻ ഇനി ഹസൻ നസ്രുള്ളയ്ക്ക് സാധിക്കില്ല എന്ന ട്വീറ്റിലൂടെയാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള തലവനെ വധിച്ചത് ലോകത്തെ അറിയിച്ചത്. ഇസ്രായേൽ ഇതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ സെൻട്രൽ കൗൺസിലിന്റെ ഉപമേധാവിയായിരുന്ന നബീൽ കൗക്കിനെ കൊലപ്പെടുത്തിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇറാൻ ഇതോടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ നസ്രുള്ളയുടെ കൊലയിൽ പ്രതിഷേധിച്ച ഇസ്രായേലിനും യുഎസിനുമെതിരെ വലിയ പ്രകടനം നടക്കുന്നുമുണ്ട്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കപ്പെടുന്ന സായുധ സേനയുടെ വലിയൊരു വ്യൂഹം മിഡിൽ ഈസ്റ്റിന് ചുറ്റും ഇറാനുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് പുറമെ യമനിലെ ഹൂതികളും സിറിയയിലും ഇറാഖിലെയും നിരവധി ഗ്രൂപ്പുകളും ഇറാന്റെ വാക്കുകൾ കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്നുണ്ട്. മേഖലയിലെ ഇസ്രായേലിന്റെയും യുഎസിന്റെയും താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കാൻ ഇറാന് ഈ സന്നാഹങ്ങളാൽ സാധ്യമാകുമെന്നതും ലോകത്തെ വലിയ യുദ്ധ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. പക്ഷേ ഈ സായുധ സംഘങ്ങളെ കൊണ്ടൊരു യുദ്ധവിജയം ഇസ്രായേലിന് പിന്നിൽ അമേരിക്ക കൂടി വന്നാൽ സാധ്യമാകില്ലെന്ന ബോധം ഇറാനുണ്ട്. നിലവിൽ യുക്രൈനെ തിരിച്ചടിയിൽ ഇടറിപ്പോകുന്ന റഷ്യയ്ക്ക് നിർബാധ പിന്തുണ തരാനാവില്ലെന്ന വിഷമഘട്ടവും ഇറാന്റെ മുന്നിലുണ്ട്. അതിനാൽ ഇറാൻ ഇനിയെന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ തന്നെയാണ്. നേരത്തേതുപോലെ ഭീഷണി തുടർന്ന് ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് കളിക്കാൻ ശ്രമിച്ചതുപോലെ ആരെ മുന്നിലേക്ക് തള്ളിവിടുമെന്ന ചോദ്യവുമുണ്ട്. ഇസ്രായേൽ ആകട്ടെ ലോകരാഷ്ട്രങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും പിന്തിരിയാൻ തയ്യാറാത്ത വിധം യുദ്ധവെറിയിലുമാണ്. രാഷ്ട്രങ്ങൾ ചേരികളിൽ നിലയുറപ്പിച്ചാൽ പശ്ചിമേഷ്യ എന്ന യുദ്ധക്കളം മൂന്നാമതൊരു ലോകമഹായുദ്ധമെന്ന വിനാശത്തിലേക്ക് എത്തുമോ എന്ന ഭയം പടർന്ന് പന്തലിക്കുകയാണ്.
വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.